hello, welcome back to yet another video of mine. So, ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ഷെയർ മൈ വീഡിയോസ് വിത്ത് ഓൾ ഓഫ് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആൻഡ് നമുക്ക് നമ്മുടെ യൂട്യൂബ് ഫാമിലി നല്ല രീതിയിലേക്ക് ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു എയിമാണുള്ളത്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2-3 lakhs ഓഫ് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഒരു ഡ്രീമാണ് കേട്ടോ. സോ പ്ലീസ് മേക്ക് us അച്ചീവ് അവർ ഡ്രീം. സോ നമ്മുടെ ഇന്നത്തെ അല്ലാദ പാർക്ക് നിങ്ങൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അല്ലാദ പോണ്ട് പാർക്കാണ് കേട്ടോ, ടു ബി സ്പെസിഫൈഡ്, ബിക്കോസ് അല്ലാദ പാർക്ക് വേറെ ഉണ്ട് ആൻഡ് ദി പോണ്ട് പാർക്ക് ഇസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. സോ എനിക്ക് നല്ല കുറേ കമൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ യൂട്യൂബിൽ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. യൂട്യൂബിലല്ല കേട്ടോ, ഇൻസ്റ്റയിലാണ് എനിക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് I would request all of you to comment on my നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് സെക്ഷൻ്റെ അവിടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ബിക്കോസ് എല്ലാവർക്കും അതൊരു കാണാൻ പറ്റുമല്ലോ. ഇൻസ്റ്റയിൽ എന്ന് പറയുമ്പോൾ ആർക്കും കാണാൻ പറ്റില്ല. സോ എവറി ടൈം ഐ നീഡ് ടു ടേക്ക് ദ സ്ക്രീൻഷോട്ട്സ് ആൻഡ് ഷെയർ വിത്ത് യു, അത് പോസിബിൾ അല്ലല്ലോ. സോ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ആൻഡ് പിന്നെ നമ്മുടെ റെൻറ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് നമ്മൾ ഏത് ഏജൻറ്റ് ത്രൂ ആണ് നമ്മൾ ഈ ഫ്ലാറ്റ് എടുത്തതെന്ന് വെച്ചാൽ, ഇഫ് യു വാണ്ട് ടു നോ ഹീ ഈസ് എ ജെന്യുയിൻ ഗായ്, സോ ഇഫ് യു വാണ്ട് ടു നോ ലൈക്ക് ദി കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് ഹിം, so you can definitely comment on my comment section. I'll share you the number. And one more thing I wanted to tell you, എന്തോ ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് നോട്ട് ഡൗൺ ഇത് വെച്ചത് ഒരിക്കലും മറക്കാതെ എനിക്ക് വീഡിയോയിൽ പറയണം എന്നുണ്ടായിരുന്നു. ജസ്റ്റ് ലെറ്റ് മി തിങ്ക്. എൻ്റെ വീഡിയോയിൽ young lady commented that our studio flat അതിൻ്റെ റെൻറ്റ് അപ്രോക്സിമേറ്റ്ലി 1,500 dirhams ആണ്, excluding the bills and everything. Yes, correct. ഇയർലി ബേസിസിൽ നമ്മൾ എടുക്കുമ്പോൾ അത്രത്തോളം കുറവ് റേറ്റിൽ നമുക്ക് സ്റ്റുഡിയോ ഫ്ലാറ്റ്സ് കിട്ടും. സ്റ്റുഡിയോ ഫ്ലാറ്റ്സ് അല്ല, ഇഫ് യു ആർ ടേക്കിംഗ് 1 BHK or 2 BHK ഓൺ ഇയർലി ബേസിസ് നമുക്ക് നല്ലൊരു ഹ്യൂജ് ഡിഫറൻസ് വരും. നമ്മൾ മന്ത്ലി എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 800+ ആഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതിൽ കമ്മീഷൻ, പിന്നെ ഈ ഫർണിഷ്ഡ് ഫ്ലാറ്റിൻ്റെ റെൻറ്റ് ഇൻക്രീസ് ആണ്. സോ ലൈക്ക് അതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. സോ ആസ് ഷീ മെൻഷൻ ഇറ്റ്സ് വെരി കറക്റ്റ്. അപ്പോൾ ആ ഒരു റേറ്റിൽ നമുക്ക് ഇവിടെ സ്റ്റുഡിയോ ഫ്ലാറ്റ് ഇയർലി ബേസിസിൽ എടുക്കുകയാണെങ്കിൽ മാത്രം കിട്ടും കേട്ടോ. അതർവൈസ് വി കനോട്ട് എക്സ്പെക്ട്. ബട്ട് ഇഫ് യു ആർ പർച്ചേസിങ്, ഇഫ് യു ആർ ടേക്കിംഗ് ദ ഫ്ലാറ്റ് ഓൺ റെൻറ്റിൽ ഇപ്പോൾ മന്ത്ലി ബേസിസിൽ എടുക്കുകയാണ്, ഇൻ കേസ് ഇപ്പോൾ പാർട്ടീഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇവിടെ ഒരു 1 BHK എടുത്തിട്ട് സപ്പോസ് നമ്മുടെ ഈ 1 BHK ആണ്. അപ്പോൾ ഈ 1 BHK ഹ്യൂജ് ഹാളാണ് നമ്മുടെ ഉള്ളത്. സോ ഇതിലൊരു പ്ലൈവുഡിൻ്റെ പാർട്ടീഷൻ വെച്ചിട്ട് ഇതിൽ തന്നെ ഒരു 2 ഫാമിലീസിന് താമസിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ബെഡ്റൂം, അതിലും ഇതേപോലെ പ്ലൈവുഡിൻ്റെ പാർട്ടീഷൻ വെച്ചിട്ട് 2 ഫാമിലീസിന് താമസിക്കാൻ പറ്റും. പിന്നെ കിച്ചൺ ആൻഡ് ബാത്റൂം ഷെയറിംഗ് ബേസിസിൽ. സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ പ്രിഫർ ചെയ്യുകയാണെങ്കിലും ഒരു 1,500 റേഞ്ചിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഷെയറിംഗ് ബേസിസിൽ, അതായത് 1 BHK അല്ലെങ്കിൽ 2 BHK എടുത്തിട്ട് ഓരോ റൂംസ് കംപ്ലീറ്റ് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് കിച്ചൺ മാത്രം ഷെയറിങ് കേട്ടോ. സംടൈംസ് നമുക്ക് വാഷ്റൂംസ് ഒക്കെ അറ്റാച്ച് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ വീണ്ടും ഇതേപോലെ 1,500 to 1,800 റേഞ്ചിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. യെസ്, നമ്മുടെ ഇതിൻ്റെ മുന്നത്തെ നമ്മൾ ഔട്ടിങ്ങിന് പോയ വീഡിയോ സമയത്ത് ഒരു പോയിന്റ് ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് സംഹൗ ഇറ്റ് ഗോട്ട് മിസ്ഡ്. ഞാൻ ആക്ച്വലി അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഞാൻ അതിൽ ഇടാനായിട്ട് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ഐ വുഡ് ഡിസ്ക്ലോസ് വാട്ട് ഈസ് ദ റീസൺ നമ്മൾ അവിടെ നിന്ന് മറ്റേ പഴയ ഫ്ലാറ്റിൽ നമ്മൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ളത്. The main reason was ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ the studio flat, I mean it was a studio flat, പക്ഷേ ഒരു 1 BHK മോഡലിലുള്ള സ്റ്റുഡിയോ ഫ്ലാറ്റ് ആയിരുന്നു. I mean the hall was separate, നമ്മുടെ എന്താ പറയുക, the bedroom was separate, kitchen was separate and washroom obviously എല്ലാവരുടെയും സെപ്പറേറ്റ് തന്നെയാണ്. ഓക്കെ,
ബട്ട് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡിയോ ഫ്ലാറ്റ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റൂമിൻ്റെ അകത്ത് തന്നെയാണ് ഈ കിച്ചണും സെപ്പറേറ്റ് ബെഡ്റൂംസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു ചെറിയൊരു റൂം ഉണ്ടാവും. സോ അതിൽ തന്നെ നമുക്ക് ഹാളും നമ്മുടെ ബെഡ്റൂമൊക്കെ കിച്ചണും എല്ലാം അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മുടെ അങ്ങനെയല്ലായിരുന്നു. 1 BHK മോഡലിൽ കുട്ടി ഫ്ലാറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായിരുന്നു എടുത്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒന്നാമത്തെ എൻ്റെ ഹസ്ബൻഡ് അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഹി ഡിഡ്ന്റ് ഗെറ്റ് എനി ടൈം ടു സീ ദാറ്റ്. ആക്ച്വലി അതിന് മുന്നേ കുറേ ഫ്ലാറ്റ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു ആള്. അപ്പോൾ അവിടെ എല്ലാം റെൻറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ആയതുകൊണ്ട് ഹി ഡിഡ്ന്റ് സെലക്ട് ദാറ്റ്. പിന്നെ ചിലത് ഏരിയയുടെ ഇഷ്യൂ, അങ്ങനെ കുറേ പ്രശ്നങ്ങളായതുകൊണ്ട് ഹി ഡിഡ്ന്റ് സീ ദാറ്റ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടില്ല. ബട്ട് ദെൻ ഏജൻറ്റായിട്ടൊന്ന് സംസാരിച്ച് വന്നപ്പോഴാണ് ഹീ സെഡ് നമുക്ക് ഇത് എടുക്കാം. അപ്പം ഞാനും ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഏജൻറ്റ് ഏട്ടന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഐ ലൈക്ക് ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വേറെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിക്കോസ് ചീറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ, പൊതുവേ കേൾക്കാത്തൊരു സംഭവമാണ്. സോ നമ്മളങ്ങനെ ചീറ്റ് ആവും എന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. സോ നമ്മൾ അങ്ങനെ ഒരു മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ്. സോ അങ്ങനെയായിരുന്നു നമ്മൾ ആ ഫ്ലാറ്റ് എടുത്തത്. ഞങ്ങൾ ലാൻഡ് ചെയ്തതും നേരെ ഈ ഫ്ലാറ്റിലേക്ക് പോയതും, ഐ മീൻ ഇറ്റ് വാസ് സോ ഹൊറിബിൾ. ആ ചെറിയൊരു ഹാളിൻ്റെ പോർഷനില്ലേ, അത് പിന്നെയും കുറച്ച് ഭേദമായിരുന്നു. ബട്ട് വൺസ് ഐ എൻറ്റേർഡ് ദി ബെഡ്റൂം, അതിൻ്റെ ഉള്ളിൽ ഫുൾ ഓണറിൻ്റെ എല്ലാ പെട്ടികളും തുണികളും എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. സോ ഈവൻ നമുക്കൊന്ന് കിടക്കാൻ പോലും സ്ഥലം, ബെഡ് ഉണ്ടായിരുന്നു, ആ ബെഡിന് മാത്രം അവർ വെറുതെ വിട്ടു. ചുറ്റുമുള്ള സ്ഥലം ദേ ഹാവ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ്. ആൻഡ് നമുക്ക് ഒന്നിനൊരു സ്ഥലമില്ലാണ്ട് ആകെപ്പാട്, അല്ലെങ്കിൽ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ആകെപ്പാട് ചെറിയൊരു റൂമായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇവരുടെ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് വെരി ഹോറിബിൾ. ഈവൻ കട്ടിലിൻ്റെ താഴെ പോലും ഇവരുടെ കുറേ വലിയ അട്ടപ്പെട്ടികളൊക്കെ നിറച്ചങ്ങനെ കുത്തി നിറച്ച് അതിൽ ഡ്രസ്സും എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെ അതിനുള്ളിൽ കഴിച്ചു കൂടിയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞ ഒരു 4-5 months ഞങ്ങൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. സോ കംപ്ലീറ്റ്ലി 4-5 months ഞാൻ ആ പെട്ടീൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഞങ്ങളുടെ ഡ്രസ്സ് ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങളുടെ ലഗേജ് പെട്ടീൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. സോ എവറി ടൈം യൂസ് ഇറ്റ്, വാഷ് ഇറ്റ് ആൻഡ് വീണ്ടും അതിൽ എടുത്ത് വയ്ക്കും. കാരണം ഞങ്ങൾക്ക് കബോർഡ് പോലും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഞങ്ങൾക്ക് ആ പെട്ടി പോലും എവിടെയെങ്കിലും കൊണ്ട് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു. സോ ഇറ്റ് വാസ് വെരി മെസ്സി. ആൻഡ് ഈവൻ കിച്ചൻ്റെ ആയാലും അത് വേറൊരു പ്രശ്നമായിരുന്നു. കിച്ചൺ ഇറ്റ് വാസ് വെരി ഐ മീൻ ഡേർട്ടി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയ്ക്കും ഒരു വൃത്തികേടായിരുന്നു. ഇറ്റ് വാസ് വെരി ഡേർട്ടി. ആൻഡ് ഞങ്ങൾ പിന്നെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടും കൂടി അവർ കേൾക്കാൻ റെഡിയല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ആളെയും കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഒരുമാതിരി ഒന്ന് ഡീസൻ്റ് ആക്കി വിട്ടത്. സോ വി ഹാഡ് ടു സ്പെൻഡ് എ ലോട്ട് ഫോർ ദാറ്റ്. പിന്നെ കോക്രോച്ചിൻ്റെ ശല്യം, അത് സഹിക്കാൻ വയ്യാത്ത ശല്യം. കാരണം അത്രയ്ക്ക് ഞങ്ങൾ ഒരു 4-5 times അതിൻ്റെ ഉള്ളിൽ പെസ്റ്റ് കൺട്രോൾ ചെയ്തിട്ടും കൂടി അതിൻ്റെ ഉള്ളിൽ ഇമ്മെൻസ് നമ്പർ ഓഫ് കോക്രോച്ചസ് ആയിരുന്നു. സോ ലൈക്ക് എവറി ടൈം യൂസ് ടു ഗെറ്റ് സോ മച്ച് ഓഫ് ഇറിറ്റേഷൻ അതിൻ്റെ ഉള്ളിൽ. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസ ചിലവാകാൻ തുടങ്ങി. എവറി ടൈം പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 100 to 200 dirhams വരെ വരുന്നുണ്ട്. സോ എവറി ടൈം നമ്മൾ ഈ പൈസ ഇറക്കി ക്ലീൻ ചെയ്യുക, റൂം നമ്മളിപ്പോൾ എന്താ പറയുക, ആ ഒരു കിച്ചൺ എനിക്ക് വൃത്തിയാക്കാൻ തന്നെ ഓൾമോസ്റ്റ് വി സ്പെൻഡ് 150 or 180 dirhams എന്ന് നമുക്ക് കൊടുക്കേണ്ടി വന്നു. കാരണം അത്രയ്ക്കും വൃത്തിയായിട്ട അവസരം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകില്ലെന്ന് ഉറപ്പാണ്. കാരണം എത്രയോ കൊല്ലങ്ങൾ പഴകിയ മീൻസ് എണ്ണമെഴുക്കൊക്കെ പിടിച്ച് നിൽക്കുക അങ്ങനെ എല്ലായിടത്തും. സോ ഇറ്റ് വാസ് വെരി ഐ മീൻ ഹൊറിബിൾ. ആൻഡ് പിന്നെ വാഷിംഗ് മെഷീൻ, അതൊക്കെ അവർ നല്ല ഭംഗിയുള്ള വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾക്ക് അറിയില്ല ദാറ്റ് ഇറ്റ് വാസ് നോട്ട് വർക്കിംഗ്. ആൻഡ് ഞങ്ങൾ ഐ മീൻ ടു ബി ഫ്രാങ്ക് 2-3 months കംപ്ലീറ്റ്ലി ഞങ്ങൾ ഈ കൈ കൊണ്ട് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ഹൊറിബിൾ സിറ്റുവേഷൻ ഫോർ അസ്. കാരണം ഇന്നത്തെ കാലത്ത് കൈ കൊണ്ട് കഴുകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. ഇഫ് നമ്മൾ രാത്രി വരെ നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, വി ക്യാൻ മാനേജ് ഇറ്റ്. ആൻഡ് ദാറ്റ് വാസ് അനദർ സിനാരിയോ. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഒന്ന് വാഷിംഗ് മെഷീൻ തരുമോ എന്ന് പറഞ്ഞു. കാരണം ദിസ് ഈസ് എ ഫർണിഷ്ഡ് ഫ്ലാറ്റ്. അപ്പം ഞങ്ങൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്തതാണ്. ഫർണിഷ്ഡ് ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വാഷിംഗ് മെഷീൻ, നമ്മുടെ ഫ്രിഡ്ജ്, സ്റ്റൗവ്, ദീസ് ആർ ദ ബേസിക് തിങ്സ്. ഇത് എന്തായാലും ഉണ്ടാവണം. പിന്നെ സോഫ, ടേബിൾ, TV. പിന്നെ കിച്ചണിൽ പിന്നെ പാത്രങ്ങൾ നമ്മളത്ര എക്സ്പെക്ട് ചെയ്യില്ല. ചില വീടുകളിലൊക്കെ പാത്രങ്ങൾ ഉണ്ടാവും, ചില വീട്ടിൽ പാത്രങ്ങൾ ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് അത് കുഴപ്പമില്ല, ദാറ്റ് ഈസ് എ നോർമൽ. ബട്ട് ദെൻ ബാക്കിയുള്ള സാധനങ്ങൾ ദാറ്റ് ഈസ് എൻ എക്സ്പെക്റ്റഡ് തിങ്. മറ്റെന്താ പറയുക, നമ്മുടെ ബെഡ്റൂമിൽ ഒരു കട്ടിൽ, ഒരു കബോർഡ്, ഓൾ ദീസ് ഹാസ് ടു ബി ദയർ നമ്മൾ ഫർണിഷ്ഡ് ഫ്ലാറ്റ് എടുക്കുമ്പോൾ.
ബട്ട് അവിടെ പോയപ്പോൾ വാഷിംഗ് മെഷീനും ഇല്ല. ആകെപ്പാടെ അവിടെ വർക്ക് ചെയ്ത ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങളുടെ ടി വി പോലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ബിക്കോസ് വൈഫൈ കണക്ഷൻ വാസ് നോട്ട് ദെയർ. അയാൾ പ്രോമിസ് ചെയ്തത് വൈഫൈ ഉണ്ട്, ടി വി ഈസ് വർക്കിംഗ് ആബ്സല്യൂട്ട്ലി ഫൈൻ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ പൈസയും കൊണ്ട് ഈ വൈഫൈ എടുത്തു, പിന്നെ ടി വി സെറ്റാക്കി. സോ എവറിഥിങ് വാസ് എ ലോട്ട് ഓഫ് എക്സ്പെൻസസ് ഫോർ അസ്. അപ്പോൾ ഇത്രയും ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. എവറി ടൈം വി ഹാഡ് ടു സ്പെൻഡ് ഫ്രം അവർ പോക്കറ്റ്. അപ്പോൾ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഇയാൾ തരില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം ഇപ്പോൾ മെയിൻ്റെനൻസ് ആയാലും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ലീക്കേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. സോ ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ദെയർ ഡ്യൂട്ടി ടു ഡു എവറിഥിങ്, ബട്ട് നമുക്ക് അതിൻ്റെ ഉള്ള ഫെസിലിറ്റീസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ദാറ്റ് ഈസ് സംതിങ് വെരി അൺയൂഷ്വൽ കൈൻഡ്. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഞങ്ങൾ വേറെ ഫ്ലാറ്റ്സ് ഞങ്ങൾ നോക്കാൻ തുടങ്ങിയത് മെയിനായിട്ടും. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റ് കിട്ടിയപ്പോൾ തന്നെ പിന്നെ വി വെർ സോ ഹാപ്പി, കാരണം ആ സെയിം റെൻറ്റിന് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ വൈ ഡോണ്ട് വി ജസ്റ്റ് ചേഞ്ച് ദ റൂം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് കേട്ടോ. സോ ദിസ് പോയിന്റ് ഐ റിയലി മിസ്ഡ് ഔട്ട് ടു അപ്ലോഡ് ഇൻ മൈ പ്രീവിയസ് വീഡിയോ, സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇത് എനിക്ക് പറയണം എന്ന് തോന്നി, കാരണം ഞങ്ങൾ പെട്ട് പോലെ ഓൾമോസ്റ്റ് ഞങ്ങളൊരു 5 months ആണ് ഞങ്ങൾ അത്രയ്ക്കും ഒരു സ്ട്രഗ്ലിംഗ് ആയിരുന്നു ഞങ്ങൾക്കത്. റൂമിൻ്റെ ഉള്ളിൽ കഴിച്ചുകൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് വെരി സ്ട്രഗ്ലിംഗ് ഫോർ അസ്. അപ്പോൾ നിങ്ങൾ ആരും അങ്ങനെ പെടരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്ത് പറയണത്. സോ ജസ്റ്റ് ലുക്ക് ഫോർ ദ ജെന്യുവിൻ ഏജൻറ്റ്സ്. ഓക്കെ, ജെന്യുവിൻ ഏജൻറ്റ്സ് ആണെങ്കിൽ മാത്രം അപ്രോച്ച് ചെയ്യുക. ഓക്കെ, ആൻഡ് ജെന്യുവിൻ ഏജൻറ്റ് ആണെങ്കിൽ അവരെല്ലാം പ്രൊവൈഡ് ചെയ്യും. ദേ വോണ്ട് ചീറ്റ് അസ് ബൈ എനി വേ. സോ ജസ്റ്റ് കീപ് ദിസ് ഓൺ മൈൻഡ്. സോ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം. നാളത്തേക്കുള്ള പച്ചക്കറി, ഉപ്പേരി, കഷ്ണം, പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഗ്രോസറി പ്രൊഡക്ട്സ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ ഐ നീഡ് ടു ബൈ ദാറ്റ്. ഇപ്പോൾ കുറച്ച് ഓഫേഴ്സ് ഉണ്ട് തോന്നുന്നു കേട്ടോ. 1 dirhamന് കുറേ സാധനങ്ങൾ അവൈലബിൾ ആണെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങളെപ്പോഴും ആ പാർക്കിൽ പോകുമ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാൽ വാങ്ങാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. സോ വി സോ മെനി പീപ്പിൾ സ്റ്റാൻഡിങ്, ഐ മീൻ ക്രൗഡായിട്ട് നിൽക്കണുണ്ടു. സോ പോയി നോക്കിയപ്പോഴാണ് അറിഞ്ഞ കുറേ സാധനങ്ങൾ അവിടെ 1 dirham എന്നൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറേ നമുക്ക് ആവശ്യമില്ല. അപ്പം ഞാൻ അങ്ങനെ ബിസ്ക്കറ്റ്സോ ചോക്ലേറ്റ്സോ അത്രയും കഴിക്കാത്ത ഒരാളാണ്. സോ ഐ ഡോണ്ട് ലൈക്ക് മച്ച്. അപ്പം അങ്ങനത്തെ ഉള്ളതൊക്കെ 1 dirhamന് കിട്ടുന്നുണ്ട് കേട്ടോ, വലിയ വലിയ പാക്കറ്റ്സ്. സോ അതുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, എന്തായി 1 dirhamsന് എന്തൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. പിന്നെന്താണ്, അവിടെ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഐ വിൽ ഡെഫിനറ്റ്ലി കവർ ഓൾ ദോസ് തിങ്സ് ഇൻ ദിസ് വീഡിയോ. സോ ഹൗ ഇസ് ദിസ് മൈ ഇയറിംഗ്? ഐ എം വെയറിങ് ദിസ് ആഫ്റ്റർ ലോങ് ടൈം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇയറിംഗ്. അതൊക്കെ ഞാൻ ബോംബെ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ട്. ഇവിടെ നിന്ന് ഞാൻ ഒന്നും ആകെപ്പാടെ ഒരു ഇയറിംഗ് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഇവിടെ നിന്ന് ബാക്കിയൊന്നും വാങ്ങിയിട്ടില്ല. അല്ല, ഒന്നല്ല, 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അതെന്തോ ഓഫറിൽ കിട്ടിയതായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 3 dirhams തന്നെ എനിക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അല്ല, വന്ന സമയത്തായിരുന്നു കേട്ടോ അത്. സോ അത് മാത്രമേ ഞാൻ വാങ്ങിയിട്ടു. ദിസ് ഇസ് മൈ ഫേവറേറ്റ് വൺ. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക് ടീഷർട്ട്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ ഒപ്പമൊക്കെ ഞാൻ ഇടുന്നതാണ് കേട്ടോ. ഐ ലവ് ദിസ്. ആൻഡ് വാട്ട് എൽസ്? ഇന്ന് രാവിലെ എന്തായിരുന്നു? ഇന്ന് രാവിലെ ദോശ ചുട്ടു. ദോശയും നമ്മുടെ ഉള്ളിച്ചമ്മന്തി എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഗ്രീൻ കളറിൻ്റെ ഉള്ളിച്ചമ്മന്തി, അതായത് നമ്മുടെ സബോളയും പിന്നെ അതിൽ പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള സിമ്പിളായിട്ടുള്ള രീതിയിൽ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി. അത് പിന്നെന്തായിരുന്നു? പിന്നെ ഉച്ചയ്ക്ക് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല സത്യം പറഞ്ഞു. ഉച്ചയ്ക്ക് എന്തായിരുന്നു? ഉച്ചയ്ക്ക് ഇന്നലത്തെ കൂട്ടാനുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പടവലങ്ങ മുളകും വെച്ചിട്ടുണ്ടായിരുന്നു. സോ അലോങ് വിത്ത് ദാറ്റ് കുറച്ച് ബീട്രൂട്ട്, 1-2 പീസ് ബീട്രൂട്ട് ഉണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് കുറച്ചൊരു ബീട്രൂട്ട് ഉപ്പേരി വെച്ചു. അതിപ്പോൾ ഇനി രാത്രിക്ക് തികയില്ല എന്ന് തോന്നുന്നുണ്ട്. സോ ഐ നീഡ് ടു പർച്ചേസ് സംതിങ് എൽസ്. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുട്ട വറുത്ത് കഴിഞ്ഞാൽ മതിയാവും. പിന്നെ പടവലങ്ങ മുളകും പിന്നെ മുട്ട പിന്നെ ഒരു ചെറിയൊരു അച്ചാർ, അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഏട്ടൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. സോ ആൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ നമുക്ക് ബോട്ടിൽസ് അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാട്ടോ. അതും പിന്നെ ഉണക്കമുളകില്ലേ, അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ വെരി താങ്ക്ഫുൾ ടു ഹിം. ഹിഫ് ഈസ് വാച്ചിങ് ദ യൂട്യൂബ് ചാനൽ. വെരി താങ്ക്ഫുൾ ചേട്ടാ. ആൻഡ് അല്ല, അത് റിയലി ഒരു ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. ബിക്കോസ് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് ദാറ്റ് പീപ്പിൾ ഡു കെയർ ഫോർ അസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പകുതി മുക്കാൽ നമ്മുടെ പണി കഴിഞ്ഞല്ലോ. നമുക്ക് പിന്നെ വേറെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു കൂട്ടാനും പിന്നെ ഒരു അച്ചാർ ഉണ്ടെങ്കിലൊക്കെ മതി. എനിക്കൊക്കെ മതി കേട്ടോ. എനിക്ക് അങ്ങനെ ലാവിഷായിട്ട് ഒരുപാട് ഇങ്ങനെ കഴിക്കണമെന്നോ അങ്ങനെ ഒരു താല്പര്യം എനിക്കില്ല. ഏട്ടനും അങ്ങനെയല്ല കേട്ടോ. ഏട്ടനും മൂഡ് വേണം, നല്ലൊരു ഹാപ്പി മൂഡാണെങ്കിൽ
ആൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. ബട്ട് ദെൻ ചെറിയ രീതിയിൽ പോലും ആൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഹി വോണ്ട് ഈറ്റ്. അതേ രീതിയാണ് എൻ്റെ മോള്. പിന്നെ ടെൻഷനല്ല, അവൾക്ക് ഒരുപാട് ഭയങ്കര സെലക്റ്റീവാണ്. ഇതല്ല അതല്ല ഇതല്ല, ഭയങ്കര റെയറായിട്ട് മാത്രമേ അവൾക്ക് ചില കാര്യങ്ങൾ മാത്രമേ അവൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൂ. അങ്ങനെയാണ്. ബാക്കി മിക്ക സാധനങ്ങളും അവൾ തൊടില്ല. സോ അതിൻ്റെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവാറുണ്ട്, എന്താ കൊടുക്കുക എന്ന് വെച്ചിട്ട്. അപ്പോൾ രാത്രിക്ക് ഇനിയിപ്പോൾ കുറച്ച് കറി ബാക്കിയുണ്ട്. പിന്നെ നമുക്കൊരു മുട്ട വറക്കാം, പിന്നെ ചെറിയൊരു അച്ചാർ വെച്ചിട്ട് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നാളേക്കുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താ ചെയ്യേണ്ടത്. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ നമുക്ക് വെജിറ്റബിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നാളെയും. എന്താണ്ട് എങ്ങനെ നോക്കണത്? എൻ്റെ മുടി എണ്ണ മുഴുക്ക് മുഴുവൻ പോയിട്ടുണ്ട്. അത് കുട്ടിക്ക് നല്ല ജലദോഷം പിടിച്ചു. ഇന്നലെ പാർക്കിൽ പോയതിനു ശേഷം കൂടിയോടെ കണ്ണ മൂക്കടപ്പ് കൂടിയോ? പിന്നെന്താ അങ്ങനെ നല്ലോണം അടഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞിൻ്റെ സൗണ്ടൊക്കെ. ആ അതന്നെ പറഞ്ഞ പാർക്കിൽ പോയപ്പോൾ കൂടിയില്ലേ? എന്താണ്ടോ ഞാൻ കുറച്ചു നേരം മുമ്പ് ഇതൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചത്, അപ്പോഴേക്കും കറ പൊറാന്ന് പറഞ്ഞിട്ട്. ആണോ? ഓ എൻ്റെ അതുകുട്ടീനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞു വാവ എല്ലാം മടക്കി വെക്കാറുണ്ട് അല്ലേ? ഇതൊക്കെയാണ് അവളുടെ ടോയ്സ് കേട്ടോ. ടോയ്സ് എന്ന് പറയാൻ അവൾ ശരിക്കൊരു ടോയ്സ് ആയിട്ടൊന്നും കളിക്കില്ല. ഇതാ ഷൂ മറ്റേ പോളിഷ് ചെയ്യണ ബ്രഷ്, കർച്ചീഫ്, സ്ലൈഡ്, ഇതൊക്കെ വെച്ചിട്ടാണ് അവളുടെ കളി. ഇത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്ന ഗിഫ്റ്റ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫെൽ ഡൗൺ ആയോ? പോയോ അത്? ക്യാറ്റ് നോക്കട്ടെ. ഓ ഉണ്ടല്ലോ, ക്യാറ്റ് ഉണ്ടല്ലേ. ഷി ഡസൻറ്റ് നോ ഈവൻ വാട്ട് ഈസ് ദിസ്. പക്ഷെ അവളുടെ ഫ്രണ്ട് തന്നതാന്ന് പറഞ്ഞിട്ട് അവൾ എപ്പോഴും സൂക്ഷിച്ച് നടക്കും കേട്ടോ. ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലും അവൾ ഈ ഒരു സാധനം കെട്ടും വരെ ഭയങ്കര തപ്പലായിരുന്നു. ഷി ലവ്സ് ഇറ്റ്. ഇവിടെ ഒരു സൈഡിൽ കാർട്ടൂൺ ചാനൽ, ഇപ്പോൾ ടേബിൾ ഇതൊക്കെ വീണ്ടും ഒതുക്കി വെക്കണം. ഇപ്പോൾ തുണി ഓരോന്നായിട്ട് ഞാൻ വീഡിയോ പഠിച്ചോളാം. ഈ തുണിയൊക്കെ ഒന്ന് മടക്കാൻ വെക്കണം. കുറച്ച് കഴിഞ്ഞിട്ടാവാം. നല്ല മടിയാണ്.